അച്ഛൻ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഈ ലോക ജനത മുഴുവൻ ഓണത്തിൻ്റെ ആഘോഷത്തിൻ്റെ തിമിർപ്പിലായിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ സെന്റ് തോമസ് വലിയ പള്ളി കല്യാൺ വെസ്റ്റ് അംഗങ്ങളും അതിൽ പങ്കാളികളാവുകയാണ്. നമുക്കറിയാം, ഓണം കലകളുടേതാണ്, ഓണം സാഹോദര്യത്തിൻ്റെതാണ്, ഓണം സന്തോഷത്തിൻ്റെതാണ്, ഓണം ഒത്തൊരുമയുടേതാണ്, ഓണം പങ്കാളിത്തത്തിൻ്റെയാണ്, ഓണം എല്ലാ സാഹോദര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയുമാണ്. നമുക്കറിയാം, ഓണം എന്ന് പറയുന്നത് ഓർമ്മകളുടെ സുഗന്ധമാണ്. മെയിൻലി കുഞ്ഞുങ്ങൾക്ക് കാണുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിപ്പിറ്റ് റെഡിയാക്കിയിരിക്കുന്നത്. ലൈറ്റ് വന്നു പോയിരിക്കുന്നതാണ്. ഓക്കെ, നമ്മൾ കേരളത്തിൽ വന്ന ഓരോരുത്തർക്കും അറിയാം, അവരുടെ ആ ചെറുപ്പകാലത്തിലെ ഓർമ്മകൾക്ക് വേണ്ടി പോകുമ്പോൾ നമ്മുടെ സ്കൂള് അല്ലേ, നമ്മുടെ സ്കൂളിൽ നമ്മൾ പഠിച്ച ആ കുട്ടിക്കാലത്ത് നമ്മൾ ആദ്യമായി എഴുതിയ രചന, കോമ്പസിഷൻ, അത് ഓണത്തെക്കുറിച്ചായിരുന്നു. നമ്മൾ ആദ്യമായി എഴുതിയ കോപ്പി റൈറ്റ്, അതും പകർത്തെഴുത്ത്, അതും ഓണമായിരുന്നല്ലേ. നമ്മൾ ആദ്യമായി എഴുതിയ പരീക്ഷ, അതും ഓണപരീക്ഷയായിരുന്നു. നമുക്ക് ആദ്യമായി കിട്ടിയ വെക്കേഷൻ, അതും ഓണ അവധിയായിരുന്നു അല്ലേ. എല്ലാവരും ആ ഓർമ്മയിലേക്ക് ഇപ്പോൾ അറിയാതെ തന്നെ നമ്മൾ അതിലേക്ക് ഊളിയിട്ട് പോവുകയാണ്. പിന്നീട് നമുക്കറിയാം, ഓണം ഒരിക്കലും ഒരു ഹിസ്റ്ററി അല്ല അല്ലേ. ഓണം ഒരിക്കലും അത് ഹിസ്റ്ററി അല്ല, അതൊരു മിത്താണ്. മിത്തോളജിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ആഘോഷമാണ് ഓണം. ഇപ്പം കുഞ്ഞുങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞു പോവുകയാണ്. നമ്മൾ പല ഐതിഹ്യങ്ങളും ഓണത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും നമുക്ക് സുപരിചിതമായിട്ടുള്ളത് മഹാബലിയുമായി ബന്ധപ്പെട്ടാണ് അല്ലേ. മഹാബലിയുടെ നമ്മളെ കാണാൻ വരുന്ന വരവ്, അതാണ് നമുക്കറിയാം. മഹാബലി നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന പൂണൂലിട്ട പുടവയുള്ള ഒരു മഹാബലി അല്ല റിയൽ മഹാബലി. മറിച്ച് നമ്മൾ ബാഹുബലി സിനിമ കണ്ടിട്ടില്ലേ നിങ്ങൾ? ബാഹുബലി സിനിമയിലെ ആ ബാഹുബലിയെ പോലൊക്കെയുള്ള കരുത്തനായ ഒരു ഭരണാധികാരിയായിരുന്നു മഹാബലി. മഹാബലി സംശീകരിച്ചിരിക്കുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട് അല്ലേ. നന്മകളും എല്ലാവരും ഒരേപോലെ കാണുന്ന ഇക്വാളിറ്റി, സമത്വം, ദാനശീലത, കരുണാമയം, അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ മഹാബലിക്ക് ഉണ്ടായിരുന്നു. അത്രയും നല്ല ഒരു ഭരണാധികാരി ആയിരുന്നത് കൊണ്ട് മഹാബലിയോട് ദേവന്മാർക്ക് അസൂയ തോന്നിയിട്ട് അവരെ മഹാവിഷ്ണുവിൻ്റെ സഹായം ചോദിക്കുകയും മഹാവിഷ്ണു ഒരു വാമനന്റെ രൂപത്തിൽ വന്ന് മഹാബലിയെ ഒരു 3 അടി മണ്ണ്, തനിക്ക് തപസ്സിരിക്കുവാൻ വേണ്ടി 3 അടി മണ്ണ് ആവശ്യപ്പെടുകയും, അപ്പോൾ മഹാബലി ശുക്രാചാര്യൻ പറയുന്നുണ്ട്, ഇത് നമുക്ക് ചതിക്കാനാണെന്ന് പറഞ്ഞിട്ടും അത് കൂട്ടാക്കാത്ത താൻ താൻ കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി മഹാബലി 3 അടി മണ്ണ് കൊടുക്കുവാനായിട്ട് തയ്യാറാകുകയാണ്. അപ്പോൾ ആദ്യത്തെ 1, 2 സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞപ്പോൾ എന്തുപറ്റി? ആകാശവും ഭൂമിയും പാതാളവും ഒക്കെ വാമനൻ അളന്നു കഴിഞ്ഞു. 3ാമത്തെ സ്റ്റെപ്പ് വെക്കുവാൻ ചോദിച്ചപ്പോൾ മഹാബലി തൻ്റെ സ്വന്തം ശിരസ് തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മനസ്സിലാക്കാൻ പറഞ്ഞു, വലിയവർക്കെല്ലാം ഇത് അറിയാവുന്നതാണ്. അപ്പം തൻ്റെ ശിരസ് തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുകയാണ് അല്ലേ. ഒരു ബഹിഷ്കൃതനാക്കപ്പെട്ട ഒരു ഭരണാധികാരിയുടെ തിരിച്ചു വരവിൻ്റെ, മടങ്ങി വരവിൻ്റെ ആഘോഷമാണ് ഓണാഘോഷം അല്ലേ. അത് നമുക്കറിയാം. അപ്പോൾ നമ്മളും അതുപോലെ നമ്മളിലും ഒരുപാട് നന്മകൾ, ഒരുപാട് ഗുണങ്ങൾ നമ്മളിൽ നിന്നും ബഹിഷ്കൃതമാക്കപ്പെട്ടിട്ടുണ്ട്, പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. ആ നന്മകളുടെ, ആ നല്ല ഗുണങ്ങളുടെ ഒക്കെ തിരിച്ചു വരവായിരിക്കണം ഓണം എന്ന് ഈ ഓണക്കാലം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അടുത്തതായിട്ട് നമുക്കറിയാം, ഓണം എന്ന് പറയുന്നത് ഒരു ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ആണ് അല്ലേ. വിളവെടുപ്പ് മഹോത്സവമാണ്. മനുഷ്യൻ, കർഷകൻ, അവൻ്റെ വിയർപ്പിൻ്റെയും അധ്വാനത്തിൻ്റെയും പ്രയത്നത്തിൻ്റെയും വിയർപ്പ് തുള്ളികൾ അത് ഭൂമിക്ക് നൽകുമ്പോൾ ഭൂമി മാതാവ് അതിന് പകരമായിട്ട്
അവന് തിരിച്ചു നൽകുന്നതാണ് എന്ത്? ഓണാഘോഷം. അതുകൊണ്ട് കാർഷിക സംസ്കാരം നിലനിർത്തുക എന്നതാണ് ഒന്നാമതായിട്ട് ഓണം നമുക്ക് കാണിച്ചു തരുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഓണം എന്ന് പറയുന്നത് ഏത് ആഘോഷത്തെയും ഉത്സവമാക്കി മാറ്റുന്നത് അതിൻ്റെ കലാ കായിക സംസ്കാരമാണ് അല്ലേ. നമ്മളിപ്പോൾ കലകളൊക്കെ കണ്ടു. നമ്മുടെ കുഞ്ഞുങ്ങൾ, പിന്നെ നമ്മുടെ സ്ത്രീ സമാജം, വർത്തമറി സമാജ അംഗങ്ങൾ, അവര് വഞ്ചിപ്പാട്ട് അതൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകുക എന്ന് തന്നെ വളരെ പാടാണ്. വഞ്ചിപ്പാട്ട് പാടി, അതൊക്കെ കലാ സംസ്കാരമാണ് അല്ലേ. കായിക സംസ്കാരം വരുമ്പോൾ നമുക്കറിയാം അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് വടംവലി. വടംവലി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വടംവലിയിൽ എപ്പോഴും പുറകോട്ട് പോകുന്നവരാണ് വിജയിക്കുന്നത് അല്ലേ, മുന്നോട്ട് പോകുന്നവരല്ല. പുറകോട്ട് പോകുന്നവരാണ് വിജയിക്കുന്നത്. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ മഹാബലി താൻ കൊടുത്ത വാക്ക് പാലിക്കുവാനായിട്ട്, തൻ്റെ വാക്ക് പാലിക്കുവാനായിട്ട് സ്വയം പരാജിതനാകുകയാണ്. പരാജിതനായിക്കൊണ്ട് മനുഷ്യന്റെ മനസ്സിൽ വിജയം വരികയാണ്. അപ്പോൾ ഇപ്പോൾ പരാജിതരാണെങ്കിലും പിന്നീട് ശക്തമായ ഒരു തിരിച്ചുവരവുണ്ടാകും എന്ന് നമുക്കറിയാം അല്ലെ. ബലിയായി തീർന്നവരെല്ലാം ഓർമ്മിക്കും എന്നുള്ളതും ഒരു തെളിവാണ്. നമുക്കറിയാം നമ്മുടെ ക്രിസ്തുവും ക്രൂശിൽ ബലിയായി തീർന്നതാണ്. എന്നാൽ ശക്തമായിട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റതിന്റെ മഹോത്സവമായിട്ടാണ് നമ്മൾ അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഓരോ ഞായറാഴ്ച ആഘോഷമാക്കി മാറ്റിയിരിക്കുന്നത്. നമുക്കറിയാം ഒരു പൂവ് തന്നെ നിന്നാൽ അതൊരിക്കലും ഒരു പൂക്കളമായിട്ട് മാറത്തില്ല അല്ലേ. ഒരു പൂവ് തന്നെ നിന്നാൽ അതൊരിക്കലും ഒരു പൂക്കളമായി മാറത്തില്ല. മറിച്ച് പല നിറത്തിലുള്ള പൂക്കൾ ഒത്തൊരുമയോടുകൂടി ചേരുമ്പോഴാണ് അതൊരു മനോഹരമായ പൂക്കളമായി മാറുന്നത്. അതുപോലെയാണ് നമുക്കറിയാം ഒരു വിഭവം അത് തന്നെ നിന്നാൽ സദ്യയാവില്ല. മറിച്ച് ഒരുപാട് വിഭവങ്ങൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് അതൊരു നല്ല രുചിയൂർന്ന സദ്യയായി മാറുന്നത്. അതുപോലെ നമ്മളും പല സ്വഭാവമുള്ളവരായിരിക്കാം, പക്ഷെങ്കിൽ എല്ലാവരും ഒത്തൊരുമയോടുകൂടി ഇക്വാളിറ്റി, അതാണ് ഓണം തരുന്ന ഏറ്റവും മഹത്തായ സന്ദേശം. എല്ലാവരും ഒത്തൊരുമയോടുകൂടി ഒരുമിച്ച് സാഹോദര്യത്തോടു കൂടി സന്തോഷത്തോടു കൂടി മഹാബലി സ്വപ്നം കണ്ട താൻ തിരിച്ചു വരുമ്പോൾ തൻ്റെ കേരളീയ ജനത എങ്ങനെ ആയിരിക്കണമെന്ന് മഹാബലിക്ക് സ്വപ്നമുണ്ടായിരുന്നു അല്ലേ. ആ സ്വപ്നം കണ്ടതുപോലെ നമ്മളെല്ലാവരും ഒത്തൊരുമയോടുകൂടി ഒരുമിച്ച് സാഹോദര്യത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഒരു പൂക്കളമായി മാറുവാൻ ഈ ഓരോ ഓണാഘോഷവും നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. Thank you so much, Mr. Chichi. बच्चे लोग एक जोरदार ताली for your headmistress. She really worked hard to prepare such a presentation to just make you understand what really is the importance of Onam.